2-3 ദിവസമായിട്ട് എമ്പുരാൻ ഇങ്ങനെ വല്ലാതെ വലിയ വിവാദ വിഷയമായി ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. മുമ്പ് നമ്മൾ എമ്പുരാൻ മലയാള ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുമോ എന്നാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് എമ്പുരാൻ്റെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം 2-3 ദിവസമായി കത്തിക്കൊണ്ടിരിക്കുന്ന വിവാദത്തിനപ്പുറത്തേക്ക് ഇന്ന് മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. ഇതിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ട്, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, മനഃപൂർവ്വം ഒരു മതത്തെയും വേദനിപ്പിക്കുന്ന ആളല്ല ഞാൻ, എനിക്കൊരു കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിശ്വാസമോ അങ്ങനെ ആ തരത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേ പോസ്റ്റ് പൃഥ്വിരാജ് സുകുമാരനും ആന്റണി പെരുമ്പാവൂരും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു. മോഹൻലാൽ ഇത്തരത്തിലൊരു തീരുമാനം, മോഹൻലാൽ മാത്രമല്ല ഈ പൃഥ്വിരാജും മോഹൻലാലും ഉൾപ്പെടെയുള്ള എമ്പുരാൻ്റെ ടീം ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഖേദപ്രകടനം നടത്താൻ, അതിലുള്ള സീനുകൾ വെട്ടിമാറ്റാൻ എന്തായിരിക്കും പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സിനിമ ഇത്തരത്തിലൊരു പ്രക്ഷേപണം ചെയ്ത ശേഷം അതിൽ സീനുകൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, മുറിച്ചു മാറ്റേണ്ടതും, അതോടൊപ്പം തന്നെ ആ സിനിമയിൽ അഭിനയിച്ച സിനിമാ താരത്തിന് ഇത്തരത്തിൽ പരസ്യമായി അതൊരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ വലിയ ഒരു ഹൈപ്പോട് കൂടി വന്ന ഒരു ചലച്ചിത്രമാണ്, അല്ലെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. അപ്പോൾ വളരെ ആ ഒരു സിനിമ ഈ പറയുന്ന ഇത്രയും കാലത്തെ മുഖ്യധാര സിനിമാ മേഖലയിലുള്ള മോഹൻലാലിൻ്റെ ഈ അഭിപ്രായ പ്രകടനവും, അതോടൊപ്പം തന്നെ ഇപ്പോൾ അത് എമ്പുരാൻ ടീം ഒട്ടാകെ ക്ഷമാപണത്തിലേക്കൊക്കെ നീങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എത്രമാത്രം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായ ചോദ്യം. കാരണം BJPയുടെ അംഗങ്ങളായിട്ടുള്ള 5-6 ആളുകൾ അടങ്ങുന്ന ഒരു സെൻസർ ബോർഡാണ് ഈ ചലച്ചിത്രം കണ്ടത്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു സിനിമ പ്രസിദ്ധീകരിക്കുന്നതിന് കുറേ നിയമവാദങ്ങളുണ്ട്. എന്നാൽ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ സിനിമാ നടനോ എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഈ പറയുന്ന രീതിയിലേക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ റിലീസിങ്ങിലേക്ക് മാറ്റാൻ കഴിയില്ല. അതിനെ പരിശോധിക്കുവാൻ വേണ്ടി ഒരു സെൻസർ ബോർഡ് ഉണ്ട്. ആ സെൻസർ ബോർഡ് ആ സിനിമ വിശദമായി കാണുന്നു, അതിലെ ഓരോ സീനുകളും കാണുന്നു. ആ സീനുകളൊന്നും തന്നെ ഈ നാട്ടിൽ, അതായത് ഈ സെൻസർ ബോർഡ് നിയമങ്ങൾ അംഗീകരിക്കാത്തതായിട്ടുള്ള ആ സിനിമകൾക്കൊന്നും തന്നെ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന AU സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യത്തില്ല, ഈ ബോർഡ് കൊടുക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ BJPക്കാർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള സെൻസർ ബോർഡ് അനുവദിച്ച, അല്ലെങ്കിൽ സെൻസർ ബോർഡ് എല്ലാ തരത്തിലും അനുമതി കൊടുത്ത ഈ പറയുന്ന രീതിയിലേക്ക് റിലീസിങ്ങിലേക്ക് എത്തിയ ഒരു ചിത്രത്തിൽ കത്രിക പൂട്ടുകൾ ഇട്ടുകൊണ്ട് 17 ഭാഗങ്ങൾ വെട്ടിമുറിച്ചുവെങ്കിൽ കൃത്യമായിട്ടൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് സംഘപരിവാറിനെതിരെ, RSSനെതിരെ, BJPക്കെതിരെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം, അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം ഈ പറയുന്ന പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട്. അപ്പോൾ ആ ചരിത്രത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ അട്ടിപ്പേറ് എന്ന് പറയുന്നത് എന്താണ്, സംഘപരിവാർ മാത്രമായിട്ട് ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ സംഘപരിവാർ കൃത്യമായിട്ട് ഒരു ഹിന്ദുത്വ ദേശീയതയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രവും എന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഉതകുന്ന രീതിയിൽ അവരെന്ത് ചെയ്യപ്പെടുകയാണ്, കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ട രീതിയിലേക്ക് ആ ചരിത്രത്തെ പുനർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സമീപനമാണുള്ളത് എന്നത്. ഇവിടെ എമ്പുരാൻ സിനിമയിൽ എന്താണ് പ്രശ്നം? 25 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നടന്നൊരു സംഭവമല്ലേ ഗുജറാത്ത് കലാപം? അതെ, തീർച്ചയായിട്ടും. ആർക്കെങ്കിലും വിസ്മരിക്കാൻ കഴിയുമോ? ഇവിടെ ഗുജറാത്ത് കലാപം നടന്ന കാര്യങ്ങൾ എന്ത് നല്ല കാര്യങ്ങളാണെന്നാണോ ഇവിടെ ഇന്ന് പലരും ഈ പറയുന്ന സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ തന്നെ എമ്പുരാനിൽ എന്തോ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തെ എന്താണ് വെട്ടിമാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ചരിത്രത്തെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് നമ്മൾ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. 2001 ഗോദ്രയിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു തീവണ്ടിയിൽ അപകടമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു തീവെപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമം ഉണ്ടാകുന്നു. കാര്യം അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാര്യം റെയിൽവേ തന്നെ ഈ ഒരു കമ്മീഷനെ വെച്ച്, ആ കമ്മീഷന്റെ റിപ്പോർട്ടല്ല എന്ത് ചെയ്യുന്നത്, CBIയുടെ കമ്മീഷന്റെ റിപ്പോർട്ട്, ആ കമ്മീഷന്റെ റിപ്പോർട്ടിനോട് ചേരുന്നതല്ല എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗുജറാത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച റിപ്പോർട്ട്. അതെന്തുമാകട്ടെ, അതൊരു അപകടമാണ്, ഒരു ഭീകരവാദ ആക്രമണമാണ്. പക്ഷെ അതിന് ശേഷമുണ്ടായ കാര്യങ്ങളോ, ഈ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണെന്ന് തോന്നുന്നു എന്താണ് ഈ പറയുന്ന ഗുജറാത്ത് കലാപം, അതായത് ഗോദ്ര തീവെപ്പിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഗുജറാത്ത് കലാപത്തിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, ഇറങ്ങപ്പെടുന്നത്. അപ്പോൾ ആ ഗുജറാത്ത് കലാപത്തിൽ ഈ പറയുന്ന രീതിയിൽ ബാബു ബജ്രംഗിയും മായ കൊട്ടാനിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ അക്രമ പരമ്പരകൾ, കൊലപാതക പരമ്പരകൾ ഇന്ത്യൻ പൊതുസമൂഹത്തിന് എങ്ങനെ മറക്കാൻ സാധിക്കും? വലിയ ചോദ്യമാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തന്നെ BJP എക്സിക്യൂട്ടീവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണകർത്താവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഭരണകർത്താവിൻ്റെ ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞിട്ടല്ല എന്ന് ഈ പറയുന്ന അടൽ ബിഹാരി വാജ്പേയി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ BJPക്കാർ അതിനെ തിരുത്താൻ പോയിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഈ രാജ്യത്ത് നടന്ന, ഈ രാജ്യത്തെ എല്ലാ ആളുകളും ഈ പറയുന്ന പോലെ ഞെട്ടലോടുകൂടിയും ഭയത്തോടു കൂടിയും ഇനി ആവർത്തിക്കരുത് എന്ന് വിചാരിച്ച ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്
വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ പറയുമ്പോൾ അതിനെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, അവിടെയാണ് ഈ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുത്തു വരുന്നത്. ഒന്ന്, ഈ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട് ഇത് തുടക്കം ഗോദ്രയിലാണെന്നും ഗോദ്ര കലാപത്തിൽ പ്രതികൾ ജയിലിലാണെന്നും അത് ഈ പറയുന്ന സിനിമയിൽ കാണിച്ചിട്ടില്ല, ഒരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത്, മറ്റൊരു ഭാഗം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഒരു കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തത്, ഒരു മുറിവേറ്റ ഒരു കാര്യത്തെ വീണ്ടും ഈ പറയുന്നത് പോലെ മുളക് പൊടിയിട്ട് അതിനെ മനസ്സുകളിലേക്ക് കുത്തിക്കയറ്റണമെന്നാണ് ചോദിക്കുന്ന ചോദ്യം വരുന്നത്. ഡോക്യുമെന്ററി അല്ലല്ലോ സാർ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് എല്ലാ സംഭവങ്ങളും തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്യുന്നത് ഡോക്യുമെന്ററി അല്ല, ഒരു ചലച്ചിത്രമാണ്. അത് ചലച്ചിത്രകാരന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധായകന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ചലച്ചിത്രം എഴുതിയ ആളുടെ ഈ തിരക്കഥാകൃത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഈ പറയുന്ന സംഘപരിവാറുകാരനെ പോലെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെ പോലെ ഈ രാജ്യത്ത് മോഹൻലാലിനായാലും ഈ പറയുന്ന മുരളി ഗോപിക്കായാലും ഈ പറയുന്ന പൃഥ്വിരാജിനായാലും റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 നൽകുന്ന എല്ലാവിധത്തിലുള്ള അവകാശങ്ങളുമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ കഴിയില്ല. അത് അവരുടെ റൈറ്റാണ്. അവൻ ഏത് കോണിലൂടെയാണ് അതിനെ കാണുന്നത് എന്ന് അവന്റെ റൈറ്റാണ്. ഇവിടെ എല്ലാ സിനിമകളും നമുക്കറിയാം, നമ്മുടെ പല ആളുകളുടെ ജീവചരിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കഥാനോവലുകളിൽ നിന്നും സാങ്കല്പികമായിട്ടുണ്ടായ കഥകളിൽ നിന്നും അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളെയൊക്കെ തന്നെയാണ് ചലച്ചിത്രങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന ഒരാളും ആകാശത്ത് നിന്ന് എഴുതി വന്നല്ല ഈ കാര്യങ്ങളൊന്നും തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മിത്തുകളായിട്ടുള്ള ഇതിഹാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇവിടെ നടന്ന 25 വർഷം മുമ്പ് നടന്ന ഒരു കലാപത്തെക്കുറിച്ച് ഇവിടെ എന്തൊക്കെ പ്രതിപാദ്യ വിഷയങ്ങൾ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. കേരള സ്റ്റോറി ഇറങ്ങി. ആരെങ്കിലും ഇത്തരത്തിൽ അവിടുത്തെ കേരള സ്റ്റോറിയിൽ അഭിനയിച്ച നടനെയും അല്ലെങ്കിൽ നടിയെയും ഇതുപോലെ വിചാരണ ചെയ്തിട്ടുണ്ടോ? കേരള സ്റ്റോറിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പലരും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു കാട്ടി. ഒരു മിത്തിനെ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കഥയെ 30,000 ആളുകൾ, പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും ഈ പറയുന്ന IS-ലേക്കും ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കും പോയി. അതും ഈ പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരെങ്കിലും അതിന്റെ പേരിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ സിനിമാ താരം ആ നടനെയോ അല്ലെങ്കിൽ ഇവിടെ മോഹൻലാലിനെയും അല്ലെങ്കിൽ പൃഥ്വിരാജിനെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഗർജിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ എന്ത് ചെയ്യുന്നു? അതിനെ തന്നെ ആയിരിക്കാം ഭയന്നത്. അല്ല, ഇതിൽ കേന്ദ്ര ഏജൻസികളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ കേന്ദ്ര ഏജൻസികളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ചില രാഷ്ട്രീയമുണ്ടല്ലോ, അതായത് അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ കേന്ദ്ര ഏജൻസികളെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന ചില നിലപാടുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അതിനെ ഈ സിനിമയിൽ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ വെച്ചുകൊണ്ട് ഏജൻസികളെ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരാം എന്നൊരു തരത്തിലുള്ള ഒരു ഭീഷണി ഇവർക്കെതിരെ വരുന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. അല്ലേ? അല്ല, അവർക്കെതിരെ, അതായത് ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ ഭീഷണി, അതായത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവർക്കെതിരെ, BJPക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കെതിരായിട്ട് നിലപാടുകൾ എടുക്കുന്നവർക്കെതിരെ അവരെയൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഒതുക്കിക്കൊണ്ട് വിരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് അടിച്ചമർത്തുന്നത്. ഇന്ന് ഭരണകൂടത്തിനെതിരെ ആർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവരെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ ജയിലിലടയ്ക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സംസാര സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നു. BBC-യെ പോലും എന്ത് ചെയ്തു? ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ബ്ലോക്ക് ആക്കുന്ന അല്ലെങ്കിൽ അതിനെ പോലും തടയുന്ന സമീപനമാണ് എന്ത് ചെയ്യുന്നത്. അതും ED എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ BBC-യിലേക്ക് വിട്ട് റെയ്ഡ് നടത്തിയാണ് എന്ത് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തടയുന്നത്. അപ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിക്കരുത്, ഗുജറാത്തിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യരുത്, ഗുജറാത്തിൽ നടത്തിയ മുസ്ലിം വംശഹത്യയെക്കുറിച്ച് ആരും എന്ത് ചെയ്യരുത്, ഇനി ആരും സംസാരിക്കരുതെന്ന് പറയാൻ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് സംഘപരിവാറിന്റെയും BJPയുടെയും ഒന്നും ആരും അട്ടിപ്പേർ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മലയാള ചലച്ചിത്രത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ഇവിടെ എത്രയൊക്കെ സിനിമകൾ ഇറങ്ങുന്നു. ഇവിടെ കേരള സ്റ്റോറിക്ക് കൈയടിച്ച സംഘപരിവാറുകാർ അല്ലെങ്കിൽ കാശ്മീർ ഫയലിന് കൈയടിച്ച സംഘപരിവാറുകാർ ഇവിടെ എമ്പുരാനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ബാബു ബജ്രംഗി. ആരാണ് ഈ ബാബു ബജ്രംഗി? ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന അത്ര വലിയ മഹത്വവൽക്കരിക്കപ്പെട്ട ആളാണോ? 21 വർഷത്തേക്കാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുള്ളത്? ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിച്ചേക്കിട്ടുള്ളത്. അങ്ങനെ ഒരു കൊടും ക്രിമിനലിനെ ഈ പറയുന്ന അവരുടെ പേര് ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം ഒളിയും എന്ന് പറയുന്നതാണ് പറയുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും കൃത്യമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും.